ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഫിലമോൻ 1:14. നിന്റെ ഔദാര്യം നിർബന്ധത്താൽ ആകാതെ സ്വതന്ത്ര മനസ്സാൽ ആകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. ഔദാര്യം എന്നത് നിർബന്ധത്താൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയേ അല്ല. അത് സ്വതന്ത്ര മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ, ആരുടെയും നിർബന്ധത്താൽ അല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഔദാര്യത്തിനായി കാത്തു നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട്, നമ്മുടെ ഔദാര്യത്തിനായി. ഇന്ന് ഈ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ഔദാര്യമാണ്. ജീവനും ജീവിതവും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ജീവിത സാഹചര്യങ്ങളും എല്ലാം ദൈവമൊരുക്കിയ ഔദാര്യമാണ്. ആ ഔദാര്യത്തിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവം. നമ്മുടെ സമ്മതം കൂടാതെ എന്തും ചെയ്യാൻ അവിടുത്തേക്ക് സാധിക്കും. എന്നിട്ടും നമ്മുടെ സമ്മതത്തിന് വേണ്ടി അവിടുന്ന് കാത്തു നിൽക്കുകയാണ്. ഒരുപാട് നന്മകൾ ഉണ്ടായി നാം ആ നന്മയുടെ പദ്ധതിയുടെ ഭാഗമായി മാറുന്നതിന് വേണ്ടി മനുഷ്യന്റെ സമ്മതം ദൈവത്തിന് ആവശ്യമാണ്. മംഗളവാർത്തയിൽ നമ്മൾ അത് കാണുന്നുണ്ട്. അമ്മയുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്വർഗത്തെ. അമ്മ പൂർണ്ണ മനസ്സോടെ സമ്മതം നൽകുമ്പോൾ അത് ദൈവിക പദ്ധതിയായി മാറുകയാണ്. അതാണ് ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ ഈ ക്രിസ്മസിൽ ആരംഭിക്കാം. ഔദാര്യമല്ലാതെ സ്വതന്ത്ര മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ സമ്മതം നൽകുന്ന ഹൃദയമുള്ള മനുഷ്യരാകാൻ. അപ്പോൾ ഞാനും നിങ്ങളും വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങളായി മാറും. അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.